ഒരാളുടെ മുഖം ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് അതേ രീതിയിൽ വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ ചെലുത്തണം, വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ അമ്മുക്കുട്ടി ആൻറ്റിയുടെ മുഖം വരച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അത് വളരെ മോശമായി. അടുത്ത പരിപാടി അതാണ്. കുമ്പനാട് കൺവെൻഷനിൽ ജോൺ ഓസ്റ്റിൻ വരുന്നു, മുഖ്യ പ്രസംഗകനായി വരുന്നു. അദ്ദേഹം ഒരു രാത്രിയോ ഒരു പകലോ കൊണ്ട് പ്രസംഗിച്ചു. പിറ്റേ ദിവസവും അദ്ദേഹമാണ് പ്രസംഗിക്കേണ്ടത്. പക്ഷേ അന്ന് രാത്രി അദ്ദേഹത്തെ മറ്റൊരാൾ കുമ്പനാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതെൻ്റെ വാക്കല്ല, പാസ്റ്റർ T.S. എബ്രഹാം പിറ്റേ ദിവസം വേദിയിൽ പറഞ്ഞതാണ് ജോൺ ഓസ്റ്റിനെ സോ ആൻഡ് സോ തട്ടിക്കൊണ്ടുപോയെന്ന്. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ ബ്രദറാണ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അതൊരു വല്ലാത്ത പരമ്പരയിൽപ്പെട്ട ജനസിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ കയറി വീണത്. ചുമ്മാതല്ല, പുളിങ്കൊമ്പല പിടിച്ചത്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റവറൻഡ് ഡോക്ടർ T.C. തോമസിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മുക്കുട്ടി ആൻറ്റിയോടും കൂടെയാണ്. ഈ കുടുംബം ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അച്ഛൻ്റെ സ്വദേശം മല്ലപ്പള്ളിയാണ്. അമ്മമ്മ ആഞ്ഞിലിത്താനമാണ്. ദീർഘവർഷങ്ങളായി അമേരിക്കയിലെ ഹൂസ്റ്റണിൽ താമസിക്കുന്നു. ഇൻ്റർനാഷണൽ ബൈബിൾ ചർച്ച് എന്ന പേരിൽ ഒരു ഇൻ്റർനാഷണൽ ചർച്ച് ഹൂസ്റ്റണിൽ സ്ഥാപിച്ചു. അതിൻ്റെ സീനിയർ പാസ്റ്ററാണ്. വേറെ ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലുമായി നിരവധി മിഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായിട്ടുണ്ട്. സുദീർഘമായൊരു കാലഘട്ടത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാനുമുണ്ട്. നമുക്കതിലേക്കൊന്ന് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യുന്നു ഹല്ലേലൂയയ്ക്ക് വേണ്ടി. അച്ഛൻ ഒരു പാസ്റ്ററാണ്. അതൊക്കെ ഒരു വശത്തുള്ളപ്പോൾ തന്നെ ഒന്നാം തരം ഒരു ചിത്രകാരനാണ്. ഞാൻ ഈ വീഡിയോയിൽ ഈ ഭാഗത്ത് അച്ഛൻ വരച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനൊരു ചിത്രകലയുമായിട്ട് ഇങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായത്? ചെറുപ്പം മുതലേ ഡ്രോയിങ്ങിൽ വളരെ താല്പര്യമായിരുന്നു. ഡിസ്ട്രിക്റ്റിലൊക്കെ പ്രൈസസൊക്കെ ലഭിച്ചിട്ടുണ്ട്, സ്കൂൾ തലത്തിലൊക്കെ, സ്കൂൾ സമയത്തിലൊക്കെ. പിന്നീട് അമേരിക്കയിൽ വന്നതിന് ശേഷം ഓയിൽ പെയിൻറ്റിങ്ങിനോട് വളരെ താല്പര്യമുണ്ടായി. സ്വന്തമായിട്ട് വരച്ചു, ശ്രമിച്ചു. ആദ്യമേ ഞാൻ വരച്ചത് യേശുവിൻ്റെ പടമാണ്. യേശുവിൻ്റെ മുഖമാണോ അതോ മുഖമാണ്. അത് സാമൻ വരച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധി ലഭിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അത് ആദ്യം കോപ്പി ചെയ്ത് പഠിച്ചു, അത് വിജയിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു വരയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ വളരെയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പോർട്രേറ്റ്സ് വരച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പ്രസിഡന്റുമാരുടെയും വളരെ വലിയ ആളുകളുടെയൊക്കെ പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തെ അവിടെ ചോദിച്ചു, എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 വർഷം തരാമെങ്കിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. 5 വർഷം? ഞാൻ എഞ്ചിനീയറിങ്ങിലോട്ട് പ്രവേശിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് അത് സാധ്യമായില്ല. എന്നാൽ അതിനുശേഷം പല പ്രസിദ്ധന്മാരായ ആർട്ടിസ്റ്റുകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോഴും വളരെ താല്പര്യമുണ്ട്. ഇപ്പോൾ ചിത്രം വരയ്ക്കാറുണ്ടോ? ഒരു കാലമായിട്ട് വരയ്ക്കുന്നില്ല, കാരണം സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാനുള്ള പ്രയാസം. അവിടെയാണ് അച്ഛൻ്റെ എല്ലാം വെച്ചിട്ട് സ്റ്റുഡിയോ, ശില്പശാല. ഓക്കെ. അപ്പം ഇനിയും വരയ്ക്കാൻ താല്പര്യപ്പെടുന്നു ഉണ്ട്. ഓക്കെ. ഈ ചിത്രകലയിൽ ഏത് ഇപ്പം പോർട്രേറ്റുകൾ വരയ്ക്കുന്നു, അതിനാണോ പ്രാധാന്യം കൊടുത്തത് അതോ? എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് പോർട്രേച്ചറാണ്. കാരണം അതാണ് വളരെ സൂക്ഷ്മമായിട്ട് വരയ്ക്കേണ്ടത്. പ്രയാസമുള്ള സംഗതി അതാണ്. അതെ, ഒരാളുടെ മുഖം ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത്, അതേ രീതിയിൽ വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ ചെലുത്തണം, വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ അമ്മുക്കുട്ടി ആൻറ്റിയുടെ മുഖം വരച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അത് വളരെ മോശമായി. അടുത്ത പരിപാടി അതാണ്. മോൻ്റേത് വരച്ചിട്ടുണ്ട്. ഉണ്ട്. വെരി ഗുഡ്. എൻ്റെ അമ്മയുടെയും വരച്ചിട്ടുണ്ട്. ഉണ്ട്.
അത് നേരത്തെ വരപ്പിക്കണ്ടായിരുന്നു അത്. സമയം കിട്ടണ്ടേ? സമയം അല്ല, എന്നാലും നല്ലൊരു ചിത്രകാരനെ കൈ കിട്ടിയിട്ട് ഒരു ചിത്രം വരപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് അത് സങ്കടകരമായി പോയി. അടുത്ത പരിപാടി അച്ഛാ, അത് വളരെ മോശമായി പോയി. ആട്ടെ. അപ്പം പിന്നെ ചിത്രകലയോടൊപ്പം തന്നെ ഒരു കലാകാരനായി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദൈവത്തിൻ്റെ വലിയൊരു പിന്നെ ഗ്രേസ് ആണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു ലൈവ് വലുത് വെച്ച് വരച്ചിട്ടുണ്ട്. എൻട്രൻസ് കർത്താവിൻ്റെ റിസറക്ഷൻ, അത് ഉയർത്തെഴുന്നേറ്റ് പുറത്തോട്ട് വരുന്ന. ഓക്കെ, അത് എന്നാ വലിപ്പമുള്ളതാണ്? അത് 4x8 feet. 4 അടി 4 കെട്ട്, 4 അടി 3 അടി 4 അടി 3 അടി വലിയ പടം. ഓക്കെ. പിന്നെ ചിത്രം യേശുക്രിസ്തുവിനെ ആയിരിക്കും കൂടുതൽ വരച്ചിട്ടുള്ളത് അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ധാരാളം വരച്ചിട്ടുണ്ട്. പേരൻസിൻ്റെ വരച്ചിട്ടുണ്ട്. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ്റെ വരച്ചിട്ടുണ്ട്. ഡോഡിയുടെ വരച്ചിട്ടുണ്ട്. ഓക്കെ. ജോൺ ഓസ്റ്റിനെ വരച്ചു എന്ന് പറയുമ്പോഴേ ഈ ജോൺ ഓസ്റ്റിനുമായിട്ട് അച്ഛൻ എങ്ങനെ ഒരു വലിയ അടുത്ത ബന്ധം ഉണ്ടായത്? അസാധാരണനായ ഒരു ദൈവദാസൻ, അദ്ദേഹവുമായിട്ട്. ഞാനിവിടെ വന്നപ്പോൾ ലേക്ക് വുഡ് ചർച്ചിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ജോൺ ഓസ്റ്റിൻ്റെ ചർച്ചിൽ. അന്ന് എത്ര പേരുണ്ട് ആ ചർച്ചിൽ? 100 പേരുണ്ട്. 100 പേരുള്ള ലേക്ക് വുഡ് ചർച്ച്. അതെ, ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അതിനകത്ത് എത്ര പേരുണ്ട്? 50,000 ആളുകളുള്ള സഭയാണ് ഇന്ന് ലേക്ക് വുഡ് ചർച്ച്. ജോൺ ഓസ്റ്റിന്റെ മകൻ ജോയൽ ഓസ്റ്റിൻ പാസ്റ്റർ ആയിരിക്കുന്ന സഭ. പിതാവിന്റെ കാലത്ത് വെറും 100 പേരുള്ളപ്പോൾ ഒരു മലയാളി അവിടുത്തെ മെമ്പറായി. ആദ്യത്തെ മെമ്പറായി. അച്ഛനാണോ ആദ്യത്തെ മലയാളി മെമ്പർ? അതെ. പുള്ളി മെമ്പർ ആയിരുന്നില്ല, പുള്ളി അവിടെ അച്ഛൻ്റെ സഹോദരൻ. ഓക്കെ. അപ്പം അവിടെ പോകാൻ എന്തോ കാരണം? അവിടെ പോകാനുള്ള കാരണം, ഞാനിവിടെ വന്ന് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നെ പരിചയപ്പെടുത്തി. ആദ്യമായി ആ ചർച്ചുമായിട്ട് അല്പം പരിചയം ഉണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. അപ്പോൾ എന്നാൽ ജോൺ ഓസ്റ്റിൻ ആ സമയത്ത് അവിടെ ഇല്ല. ഓക്കെ. ജോൺ ഓസ്റ്റിൻ ഞാൻ വന്നു കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചർച്ചിന് തിരിയെടുത്തു. അന്ന് മുതൽ ഞാൻ അവിടെ പോകുന്ന വളരെ സ്നേഹമുള്ള ഒരു പാസ്റ്ററും ഭാര്യയുമായിരുന്നു. ഇന്ത്യക്കാരെ വളരെ കരുതുകയും സ്നേഹിക്കുകയും. അദ്ദേഹം എത്രയോ തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ മിഷനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് ദേവദാസന്മാരുണ്ടോയെന്ന് അറിയത്തില്ല. PG വർഗീസിൻ്റെ മെൻറ്ററും പിന്നെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടറുമായിരുന്നു ജോൺ ഓസ്റ്റിൻ. പിന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ഓസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തമായ കഥയുണ്ട്. ആ കഥ അച്ഛൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതായത് കുമ്പനാട് കൺവെൻഷനിൽ ജോൺ ഓസ്റ്റിൻ വരുന്നു, മുഖ്യ പ്രസംഗകനായി വരുന്നു. അദ്ദേഹം ഒരു രാത്രിയോ ഒരു പകലോ കൊണ്ട് പ്രസംഗിച്ചു. പിറ്റേ ദിവസവും അദ്ദേഹമാണ് പ്രസംഗിക്കേണ്ടത്. പക്ഷേ അന്ന് രാത്രി അദ്ദേഹത്തെ മറ്റൊരാൾ കുമ്പനാട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതെൻ്റെ വാക്കല്ല, പാസ്റ്റർ TS എബ്രഹാം പിറ്റേ ദിവസം വേദിയിൽ പറഞ്ഞതാണ്, ജോൺ ഓസ്റ്റിനെ സോ ആൻഡ് സോ തട്ടിക്കൊണ്ടുപോയെന്ന്. കോളിളക്കം സൃഷ്ടിച്ച വലിയൊരു സംഭവമായിരുന്നു അത്. അതിനുശേഷം ജോൺ ഓസ്റ്റിൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവും, പക്ഷേ കുമ്പനാട്ട് പിന്നെ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കഥകളുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അച്ഛൻ ആ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും, നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അച്ഛനും അമ്മാമിക്കും ഉണ്ട്. ഓക്കെ. IPCയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പുരാതന സംസ്കാരവും മോഡേൺ ലൈഫ് സ്റ്റൈലും ഒരുമിക്കുന്ന 2 അത്ഭുത രാജ്യങ്ങൾ, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ. ജപ്പാനിലെ ഹിരോഷിമ, മൗണ്ട് ഫുജി, വൈബ്രന്റ് സിറ്റീസ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ്, പിന്നെ ലോകപ്രശസ്തമായ ബുള്ളറ്റ് ട്രെയിൻ യാത്രയും. അതിനുശേഷം സൗത്ത് കൊറിയയുടെ റിച്ച് കൾച്ചർ, ബ്യൂട്ടിഫുൾ പാലസ്, എക്സൈറ്റിംഗ് സിറ്റി ലൈഫ്, ഡെലീഷ്യസ് കൊറിയൻ ക്യുസൈൻ, സീനിക് അട്രാക്ഷൻസ്. ഓരോ നിമിഷവും പുതിയ ഓർമ്മകൾ സമ്മാനിക്കും. One journey, 2 wonder world. Moments you will remember for a lifetime. For more details, contact us now. ഈ ജോൺ ഓസ്റ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, ജോൺ ഓസ്റ്റിനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള അങ്ങനെ ഒരു അടുപ്പം തുടക്കം മുതലുണ്ടായിരുന്നു. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളോട് കൂടെ സഹകരിക്കുകയും കഴിക്കുകയും ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്ന
ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ. പിന്നീട് ഞങ്ങൾ പുള്ളിയുടെ വീട്ടിൽ പോകുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ വളരെ സൗഹാർദ്ദമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു മക്കളെ പോലെ എപ്പോഴും പറയും, ഞാൻ പാപ്പായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. രാവും പകലും എപ്പം വിളിച്ചാലും പുള്ളി ഇത് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യകാലങ്ങളിലെ ഞങ്ങൾ താമസിച്ച പാസഡീനയിൽ ഇവിടുന്ന് ഒരു എത്ര മൈലുണ്ട്, കുറേ ദൂരമുണ്ട്. അവിടെ പുള്ളി അമ്പിളിയിൽ നിന്ന് വന്ന് എനിക്ക് ഓഫുള്ള സമയം എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പ്രേയറിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡും വാങ്ങിച്ച് തന്നേച്ച് കഴിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അപ്പം പുള്ളി 3 to 11 ജോലി എല്ലാ സാറ്റർഡേയും അങ്ങനെ പുള്ളി ചെയ്യുമായിരുന്നു. ഒരു സ്വന്തം മകളെ പോലെ അല്ലെ മകനെ പോലെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്ത് ഒരു എപ്പോഴും ഒരു പേരൻസ് എന്നുള്ള ഒരിത്. ഓക്കെ. ഈ ജോൺ ഓസ്റ്റിൻ്റെ അവസാന കാലം വരെ നിങ്ങൾ തമ്മിൽ ആ ഹൃദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. 69 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ മരിക്കുന്നത്. 69 1999 അദ്ദേഹം മരിക്കുന്നത്. 97 ചർച്ച് തുടങ്ങിയതുകൊണ്ട് പിന്നീട് ആ ചർച്ചിൽ പോകുന്നില്ലായിരുന്നു. സ്വന്തമായിട്ട് അച്ഛൻ ചർച്ച തുടങ്ങിയതുകൊണ്ട് അവിടെ പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ സ്വന്തമായിട്ട് ചർച്ച തുടങ്ങിയതിൽ പുള്ളിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. വളരെ സന്തോഷം. എപ്പോഴും പറയുമായിരുന്നു. ഓക്കെ. അത് ഡോഡി ഇവിടെ വന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയും പുള്ളി ഇനാഗുറേറ്റ് ചെയ്തേ. ഡോക്ടർ ടി എൽ ഓസ്ബോണിന്റെ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്തൊക്കെ അദ്ദേഹം ഡോഡിയായിരുന്നു. അത് ശരി. ഓക്കെ. അപ്പം പിന്നെ ജോയൽ ഓസ്റ്റിനുമായിട്ട് അപ്പം അടുപ്പം കാണുമല്ലോ. ജോയൽ ഓസ്റ്റിനുമായിട്ട് നന്നായിട്ട് അറിയാൻ ഞങ്ങൾ തമ്മിൽ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പേഴ്സണലായിട്ട് ഇടപെടാനുള്ള അവസരങ്ങളില്ല. ഓക്കെ. അപ്പം ജോൺ ഓസ്റ്റിൻ മരിക്കുന്ന സമയത്ത് ഈ ചർച്ചിൻ്റെ സ്ട്രെങ്ത് എന്തോ ഉണ്ട്? അന്ന് ഒരു 20,000 മെമ്പർഷിപ്പ് ഉണ്ട്. അറ്റൻഡൻസ് സാധാരണ ഒരു 5,000 അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷേ അവിടുന്ന് പിന്നെ ജോയൽ ഓസ്റ്റിൻ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. പിന്നീട് സഭയ്ക്ക് വലിയ ഒരു കുതിച്ചുചാട്ടം, ഒരു വലിയ വളർച്ച ഉണ്ടാകുന്നു. ഇപ്പോൾ 50,000-ലധികം ആളുകൾ അവിടെ എവറി സൺഡേ. അത്ഭുതകരമായിട്ടൊരു ചർച്ച ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട് ജോയൽ ഓസ്റ്റിൻ്റെ മെസ്സേജുകൾ. ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ്, ഒരു സെലിബ്രിറ്റി പാസ്റ്ററാണ്. അപ്പോൾ തന്നെ പിതാവ് ജോൺ ഓസ്റ്റിൻ ഇന്ത്യയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളാണ്. പക്ഷേ ജോയൽ ഓസ്റ്റിൻ ഇന്ത്യയോട് ആ നിലയിലുള്ള ഒരു താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അല്ലേ? അതെ. ഇന്ത്യയിലെ വേല പരിപൂർണമായിട്ട് വിട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അവർക്ക് ആഫ്രിക്കയിലൊക്കെ മിനിസ്ട്രി ഉണ്ട്, ലോക്കൽ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായാലും മടങ്ങി വരാം ആച്ചാൻ്റെ ജീവിതത്തിലേക്ക്, അമ്മാമ്മയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾ എന്നാ കല്യാണം കഴിച്ച്? 1972. എങ്ങനെ കിട്ടി ഇദ്ദേഹത്തെ? കിട്ടിയത് അതൊരു വലിയ ചരിത്രമാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. നേരത്തെ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് കണ്ടുമുട്ടിയേ? കല്യാണത്തിന്റെ തലേദിവസം. കല്യാണത്തിന്റെ വ്യാഴാഴ്ച കല്യാണം, ട്യൂസ്ഡേയിലാണ് പുള്ളി വന്നത്. ആരാ ഇത് ആലോചിച്ചാൽ തരും? പാരൻസ് ആലോചിച്ചു. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നും? ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എനിക്കുണ്ടായിരുന്ന ഒരു വിശ്വാസവും കർത്താവ് നമുക്ക് വേണ്ടി ഒരാളെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ തലമുറ ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടിട്ടില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? വരികയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നോക്കിയപ്പം ഇസഹാക്കിന് അവർ തമ്മിൽ കണ്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനതങ്ങ് വിശ്വസിച്ചു. ഓക്കെ. അപ്പോൾ അത് എൻ്റെ വിശ്വാസം നീതിക്കായി കണക്കിട്ടു. അങ്ങനെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? തലേദിവസം കണ്ടോ അതോ കല്യാണത്തിന്റെ തലേദിവസം? അല്ല, 2 ദിവസം മുമ്പ്. ട്യൂസ്ഡേ. അപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടു. അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമാണ്. അതും കൂടെ പറഞ്ഞാൽ. അതിൻ്റെ ചരിത്രം, ഞാൻ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ എയർ ഇന്ത്യ അന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ദിവസം ക്യാൻസൽ ചെയ്ത് ഞാൻ എയർപോർട്ടിൽ, അതായത് എയർ ഇന്ത്യ എയർപോർട്ടിൻ്റെ ഓഫീസിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു മനുഷ്യരെ കാണുന്നില്ല.
പെട്ടെന്ന് ഒരാൾ അകത്തുനിന്ന് കഥ തുറന്ന് പുറത്തോട്ട് വരുന്നു. എന്നെ കണ്ടിട്ട് വളരെ സർപ്രൈസ്ഡായിട്ട്, വളരെ അതിശയിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം അദ്ദേഹത്തിന് എന്നെ അറിയാമായിരുന്നു. കൽക്കട്ടയിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിതാ സംഗതി, ഞാൻ വീട്ടിൽ വിവാഹത്തിന് വേണ്ടി പോവുകയാണ്, അപ്പം ഇവിടെ പ്ലെയിൻ പോയി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തെന്ന് മനസ്സിലായി. അദ്ദേഹം വളരെ ശ്രമിച്ചു, കാരണം ഞാൻ തിരികെ വരാനായിട്ട് ശ്രമിക്കുക വീട്ടിലോട്ട്. അദ്ദേഹം വളരെയധികം ശ്രമിച്ചപ്പോൾ അന്നത്തെ TWA അന്നൊരു ലേറ്റ് ഫ്ലൈറ്റ് ഉണ്ട്, റോമിൽ കൂടെ വിട്ടിട്ട് അതേൽ കയറ്റി പുള്ളി എന്നെ വിട്ടു. തക്ക സമയത്ത് എല്ലാം സാധിച്ചു. അല്ലെങ്കിൽ കല്യാണം മുടങ്ങിപ്പോയനെ. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ സാധിക്കത്തില്ല. അന്നത്തെ കാലമല്ലേ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഒന്നുള്ള കാലമല്ല. അപ്പോൾ ദൈവം അതിൽ പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഇഷ്ടം പോലെയുണ്ട്. ആഞ്ഞിലിത്താനത്ത് എൻ്റെ ഫാദറും മദറും ഭയങ്കര പ്രാർത്ഥന വിടുതൽ കണ്ടിട്ടുണ്ട്, മിറക്കിൾസ് കണ്ടിട്ടുണ്ട്. എന്തോ വീട്ടുപേരെന്തുവാ? മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ. ഞങ്ങൾ എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ഫാദറും പുള്ളിയും ബ്രദേഴ്സ്. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ ബ്രദർ എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അതൊരു വല്ലാത്ത പരമ്പരയിൽപ്പെട്ട ജനസിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ കയറി വീണത്. ചുമ്മാതല്ല, പുളിങ്കൊമ്പല പിടിച്ചത്. സന്തോഷം. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കും. അമ്മ ഒത്തിരി ഉപവാസം എടുക്കുമായിരുന്നു എനിക്ക് വേണ്ടി, കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി. അങ്ങനെ പിന്നെ അമ്മയുടെ ഒരു കസിനെ ഇവരുടെ കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കസിനെ പുള്ളിയുടെ സിസ്റ്ററിനെ കല്യാണം. അങ്ങനെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഫാദറിനെ എല്ലാവരെയും അറിയാവുന്ന, ഇവരെ അറിയത്തില്ലെങ്കിലും പിന്നെ ഞങ്ങളുടെ ഒരു നെയ്ബറാണ് ആലോചിച്ചുകൊണ്ട് വന്നത്. ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥന കൂട്ടുകാരിയാണ്. പിന്നെ ഇവരുടെ അച്ഛനൊരു ഹൈ റെക്കമെൻഡേഷൻ എന്നെ കുറിച്ച് കൊടുത്തു. ഞങ്ങളുടെ അച്ഛനെ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നല്ല അളവരുന്നു. അപ്പം അമ്മാമ്മയ്ക്ക് ഒരു അങ്കലാപ്പും ഇല്ലായിരുന്നു ആരാ എന്നതാ വരുന്നതെന്നൊന്നും? ആരാ എങ്ങനെയൊന്നുമില്ല. ഇത്രയും സുന്ദരനാണെന്ന് ചിന്തിച്ചിരുന്നോ? ഇല്ല, സുന്ദരനാണെന്നല്ല, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കല്യാണം നടത്തത്തില്ല അപ്പച്ചനോട്. അപ്പച്ചൻ പറഞ്ഞു, മോളെ ഒന്നിനും വിഷമിക്കണ്ടെന്ന്. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെടാതിരിക്കാൻ കാര്യമില്ലല്ലോ. അച്ഛനും വിചാരിച്ചോ ഇത്രയും സുന്ദരിയാണ്? അതൊന്നുമില്ലയോ, ചാടി വീണത്. ഓക്കെ, എവിടെ വെച്ചാ കല്യാണം നടന്നേ? നമ്മുടെ നാട്ടിൽ വെച്ച്, ഞങ്ങളുടെ ബിഷപ്പ് MM ജോൺ ആണ് നടത്തിയത് കല്യാണം. ഓക്കെ. അപ്പോൾ പുള്ളി ഇതിന് ഒത്തിരി ബിഹൈൻഡ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബിഷപ്പ്. ഓക്കെ. പുള്ളി പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, വരുന്ന ഉടനെ മറ്റേ വിളിച്ചു കൊല്ലണമല്ലോ. ഞങ്ങൾക്ക് വിളിച്ചു കൊല്ലാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ജോയിക്കെട്ട് വരുന്നുണ്ടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഞാനാ വന്ന് കല്യാണം നടത്തുന്നത്, വേറെ ആരും കല്യാണം നടത്തണ്ട, പുള്ളി തന്നെ നടത്തുന്നതെന്ന് ഞങ്ങൾ ഇച്ചിരി റിലേഷനല്ല, ഫ്രണ്ട്സാണ്. ഓക്കെ. ഈ അമ്മമ്മ അന്നേരം എന്തോ ചെയ്യുമായിരുന്നു? ഞാൻ ബഹ്റിനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. നേഴ്സായിരുന്നു, ബഹ്റിനിലായിരുന്നു. എത്ര വർഷം ബഹ്റിനിലുണ്ടായിരുന്നു? 6 വർഷം. 6 വർഷം ബഹ്റിനിലുണ്ടായിരുന്നു. ഓക്കെ. യെസ്. അച്ഛൻ്റെ പ്രൊഫഷൻ വൈസ് അച്ഛൻ എന്തുവാ? ഞാൻ എൻജിനീയറിങ്ങിലായിരുന്നു ഇവിടെ 33 വർഷം. അപ്പോൾ ചർച്ച തുടങ്ങിയപ്പോഴേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 വർഷം കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നെ പൂർണ്ണ സുവിശേഷ വേലയിലേക്ക് പോയി. ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് സുവിശേഷ വേലയിലേക്കും അന്നേരം തന്നെയാണ് കർത്താവ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു കോളിങ് കിട്ടിയിട്ടാണോ ഇറങ്ങുന്നത്? അതെ. ഇത് ഈ ചർച്ചിൻ്റെ ആരംഭം എൻ്റെ മകള് ഒരു 3 വലിയ സർജറിയിൽ കൂടെ കടന്നുപോയി. എത്ര വയസ്സിൽ? അവൾക്ക് അന്ന് 19 വയസ്സ്, ഫസ്റ്റ് ഇയർ. 18 വയസ്സ്, ഫസ്റ്റ് ഇയർ കോളേജ്. അന്നേരം ഒരു അബ്ഡോമിനൽ പെയിൻ വന്നു.
ഞങ്ങളോർത്ത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമെന്ന്. ഒരു പ്രാവശ്യം പിന്നെ അവൾ ബോധം കെട്ട് വീണു കോളേജിൽ ക്യാമ്പസ് ബാത്റൂമിൽ. അത് കഴിഞ്ഞ് അതൊന്നും പറഞ്ഞില്ല ഞങ്ങളോട്, ഇത്രയും വേദനയുണ്ട്. കാര്യം അവളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പഠിത്തം തീർക്കണം, ഡോക്ടറാകണം, ഇത് തന്നെയായിരുന്നു അവളുടെ ഫോക്കസ്. പക്ഷെങ്കിൽ എന്നോട് ആരോ എന്നോട് പറഞ്ഞു, മമ്മി ഇന്ന് ഞാൻ എനിക്ക് തല കറങ്ങി വീണെന്ന് പറഞ്ഞു. അപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഒരു ഡോക്ടറിനെ ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു, സ്റ്റൊമക്കിൻ്റെ ഇതായതുകൊണ്ട് ഒരു OB-GYN ഡോക്ടറെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ OB-GYNൻ്റെ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു ഇന്ന പോലെ ഒരു ഡോക്ടറുണ്ട്, ഞാൻ ഫീമെയിലാണ്, ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അവരൊരു ഹിന്ദു ഗുജറാത്തി ഡോക്ടറായിരുന്നു. ആ പുള്ളിക്കാരത്തി ഒരു മദറിനെ പോലെ അവളെ ടേക്ക് കെയർ ചെയ്തു. ആദ്യം അൾട്രാസൗണ്ട് എടുത്തപ്പം ക്യാൻസറാണെന്ന് മനസ്സിലായി, ഓവറി ക്യാൻസർ. ഓവറിയൻ ക്യാൻസർ വന്ന് പിന്നെ അത് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 3 പേരും, അവൾ പറഞ്ഞു എനിക്ക് ഡാഡി വരാതെ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. അപ്പം പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചു ഉടനെ സർജറി ചെയ്യുന്നതിന് പകരം കൂടി പോയി പ്രാർത്ഥിക്കാൻ. അപ്പം ഞങ്ങൾ പാസ്റ്ററിനെ വിളിച്ചു, പിന്നെ അവർ 2 പേരും വന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവനെ ബെനിഹിനെ ഡോക്ടർ ഷാംബാക്ക് ആരെല്ലാം പ്രാർത്ഥിക്കാമോ എല്ലാവരും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബെനിഹിൻ പ്രാർത്ഥിച്ചു, എല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ സർജറി ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ സർജറിയിൽ ക്യാൻസറാണെന്നറിഞ്ഞു. അത് പക്ഷേ അത് ഇത് കണ്ടെയ്ൻഡ് ആയിരുന്നു, ട്യൂമർ എടുത്തു കഴിഞ്ഞു. പിന്നെ പക്ഷേങ്കിൽ അടുത്ത 6 വർഷത്തിനിടയിൽ കണ്ടിന്യൂസ് ഇവക്ക് ട്യൂമേഴ്സ് ഉണ്ടാകും. അത് ചെറിയ ട്യൂമറല്ല, വലിയ ട്യൂമേഴ്സ്. അത് അങ്ങനെ 3 പ്രാവശ്യം സർജറി ചെയ്യേണ്ടി വന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം അവർ MD ആൻഡേഴ്സന് വിട്ടു. MD ആൻഡേഴ്സനിലെ ഏറ്റവും ക്യാൻസറിൻ്റെ എല്ലാം നല്ല ഇതുള്ള അവിടെ ചെന്നിട്ട് 2ാമത്തെ പ്രാവശ്യം റിയലി അവൾക്ക് ഒത്തിരി സിക്കായി. പിന്നെ സ്റ്റൊമക്ക് അങ്ങ് ഓപ്പണായിപ്പോയി. അങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ പിന്നെ ഞാൻ ഒത്തിരി ചെയ്യേണ്ടി വന്നു. പിന്നെ 3ാമത്തെ പ്രാവശ്യം 2 കഴിഞ്ഞ് 3ാമത്തെ ഇവൾ ഡോക്ടറുടെ അടുക്ക് പോയി. ആ പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ കൂടെ പോകാത്ത. അന്നേരം ഡോക്ടർ ഇവളോട് ഏതോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അത് അപ്പം ഞങ്ങൾ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാവരെയും പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പം 10-21 വയസ്സ്, 21-22 വയസ്സായി. ഓക്കെ. അപ്പം ഞാൻ ഓർത്തി ഇവളെന്താ ഇപ്പം നാട്ടിൽ പോകണമെന്ന് പറയുന്നത്. പോയി എല്ലാവരെയും കണ്ട പോകുന്നിടത്തൊന്നും ഇവള് ഞങ്ങളുടെ കൂടെ അധികം വരത്തില്ല. മമ്മി ഐ എം ഗോയിങ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ആൻറ്റി എന്ന് പറയും. അവർ വർത്താനം പറയും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ കൂടെ അധികം വരാറില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ അപ്സ്റ്റേഴ്സിൽ ഓടിപ്പോകുന്നത് കണ്ട് ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറിനെ വിളിക്കാനാന്ന് പറഞ്ഞു. ഡോക്ടറിനെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ട്യൂമറുണ്ടെന്ന്. അത് ഒരു ഭയങ്കര വലുതായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒത്തിരിയും പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയും. ഞങ്ങളുടെ വീട്ടിലെ വരാത്ത ആളുകളിൽ അതുപോലെ ഉപവാസവും പ്രാർത്ഥനയും മാസങ്ങളെ, ദിവസങ്ങളെ, ആഴ്ചകളെ. ഇന്ന് ഞങ്ങളുടെ ചർച്ചയിൽ കുറേ പേരുണ്ട്, ഞങ്ങൾ അന്ന് ഒത്തിരി പ്രാർത്ഥിച്ചവർ. 3ാമത്തെ സർജറിക്ക് ഞാൻ ഓർത്ത് അവൾ മരിച്ചു പോകുന്നു. ദൈവം അതിൽ നിന്നൊരു വലിയ വിടുതൽ. ഞാൻ ആ ഹോൾ സർജറി സമയം ഞാൻ മുട്ടുമേ നിന്ന് അവിടെ ആ വെയിറ്റിംഗ് റൂമിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങളുടെ ചർച്ചുകാരും ഞങ്ങളുടെ ഫ്രണ്ട്സും, അന്ന് ചർച്ചില്ല, കൂട്ടായ്മയുണ്ട്, അതിനകത്തുള്ളവരെല്ലാം വരികയും പ്രാർത്ഥിക്കുകയും ഉപവാസം എടുക്കുകയും മാസങ്ങൾ, ആഴ്ചകൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ പ്രവാചകന്മാർ വന്ന് പല പ്രാവശ്യം ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ 3ാമത്തെ സർജറി കംപ്ലീറ്റ് അവർക്ക് ഹിസ്റ്ററക്ടമി ചെയ്തു. അത് ഇച്ചിരി പ്രയാസമായിരുന്നു. 22 വയസ്സ് കല്യാണം കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ സ്കൂളിൽ പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടു. കാര്യം ഒത്തിരി എടുത്തതുകൊണ്ട്. അപ്പോൾ ഓൾറെഡി അവളെ ഡോക്ടറാകാനായിട്ട് അതിന് അഡ്മിഷൻ കിട്ടിയായിരുന്നു. അവിടുന്ന് പറഞ്ഞു വിട്ടു. പിന്നെ അത് വലിയൊരു പ്രയാസമായി. പിന്നെ
അവൾ ഫ്ലോറിഡയിൽ ഒരിടത്ത് അപ്ലൈ ചെയ്തു. വിളിച്ചുടനെ അയാൾ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരാം. എന്തിനാ നീ അവിടുന്ന് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൾ കാര്യം പറഞ്ഞു. അപ്പം അവിടെ ചെന്നപ്പം ഡോക്ടർ അവളോട് പിന്നെ ആ ഡോക്ടർ പറഞ്ഞു നീ വറി ചെയ്യണ്ട, നീ വരാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് അവളുടെ അഡ്മിഷന് കിട്ടി. അവളെ വെക്കേഷൻ പോലും വിടാതെ അവളെ കൊണ്ട് കുറേ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. ആ കൗൺസിലർ പറഞ്ഞു വന്നപ്പോൾ അങ്ങേർക്ക് ക്യാൻസറായിരുന്നു, ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത. അപ്പോൾ അയക്ക് കുറച്ചുകൂടെ മനസ്സിലായി. അങ്ങനെ അവിടെ 3-4 വർഷം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്തപ്പം സ്വന്തം പ്രാക്ടീസ് ഉണ്ട്. ഡോക്ടറാണ്. അതുപോലെ ഉള്ള ക്യാൻസർ പേഷ്യൻറ്റും അങ്ങനെയൊക്കെ ഉള്ളവർ പറഞ്ഞു കേട്ടൊക്കെ അവരുടെ അടുക്കൽ ഇപ്പോൾ ഒത്തിരി പേര് വരും. അവർക്കൊരാശ്വാസം വരാനായിട്ടും സാധിക്കും. അവൾ പ്രാർത്ഥിക്കുകയും പിന്നെ കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. മോളുടെ പേരെന്തുവാ? ലീസ. എത്ര മക്കളാ? 3 പേര്. 3 പേര്. ഓക്കെ. അച്ഛാ, പിന്നെ ഈ എൻജിനീയർ എന്നുള്ള നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോണോസിൻ്റെ സഭയിലെ ഒരു എൽഡറായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൗൺസിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൗൺസിലിലെ പ്രയർ പാർട്ട്നേഴ്സ്. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ സംഭവം ആണ് ചർച്ചിൻ്റെ ആരംഭത്തിന് കാരണമായത്. മോളുടെ ഈ വിഷയം ഒരു രാത്രിയിൽ എൻ്റെ ലിവിങ് റൂമിൽ ഞാൻ തന്നെ ഇരിക്കുക. അപ്പോൾ സന്ധ്യ മയങ്ങുന്നു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. വളരെ ക്ലിയറായിട്ട് കേൾക്കുന്നു. ഈ ചെയ്ത അത്ഭുതങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കഷ്ടങ്ങളിലിരിക്കുന്ന അനേകരിവിടുണ്ട്. അവരോട് ഇതറിയിക്കുമോ? അതിൻ്റെ മുന്നിൽ എനിക്ക് ഒക്കത്തില്ലെന്ന് പറയാൻ സാധിച്ചില്ല. എന്നോട് വേറൊരു ചോദ്യം ചോദിച്ചത്, നിൻ്റെ മകളെ തിരികെ വേണമോ അതോ ഞാൻ പറയുന്നത് ചെയ്യും? അങ്ങനെ നിർബന്ധിതനായിട്ടാണ് ഈ ചർച്ച തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അവളോടും ദൈവം അത് തന്നെ ഡാഡിയോട് അവൾ പറഞ്ഞു. പലരും മുഖാന്തരം വളരെ വ്യക്തമായിട്ട് വന്നു പറഞ്ഞു. ഞാനന്ന് എല്ലാ സഭകളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ഞങ്ങളന്ന് അറിയത്തില്ല ആളിനെ. അപ്പോൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ ഇന്നിടത്തുണ്ട്, ഇന്ന മീറ്റിങ്ങിലുണ്ട്, ഇന്നിടത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ആളുകൾക്ക് രസാവകരമാണ്, എല്ലാവരും അംഗീകരിക്കുന്നു. എല്ലാ സഭകളിലും എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. എല്ലാ സഭകളിലും പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും മീറ്റിങ്ങുകൾ നടത്താനും അന്ന് അക്സെപ്റ്റൻസ് ഉണ്ട്. അന്നൊരു നല്ല ഫോളോയിങ് ഉണ്ട്. 150 പേര് ഒന്നിച്ചിരുന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 12 വർഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം പറഞ്ഞു, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശമല്ല. ഇതല്ല, ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ പലയിടത്തുനിന്നും ഇങ്ങനെ വന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഒരു ചർച്ച തുടങ്ങാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരു മിഷണറി ആയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കാനുള്ള താല്പര്യമായി. അത് ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, ഇവാഞ്ചലിസ്റ്റായിട്ട്. അച്ഛൻ ഇങ്ങനെ ഈ പ്രസംഗം അതിനുള്ളൊരു ഇതൊക്കെ കിട്ടിയത് എങ്ങനെ? ഒരു തിയോളജിക്കൽ സ്റ്റഡീസോ എല്ലാം നടത്തിയായിരുന്നോ ഇൻ ബിറ്റ്വീൻ? ഞാൻ ആദ്യമേ 17ാമത്തെ വയസ്സിൽ സൗത്ത് ഇന്ത്യ ബിബ്ലിക്കൽ സെമിനാരിയിൽ പഠിച്ചു, ഗ്രാജുവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് BA കംപ്ലീറ്റ് ചെയ്തു. അത് ബൈബിളിലും പിന്നീട് ഇംഗ്ലീഷിലും മേജർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ലെവലിലേക്ക് ലൂതർ റൈസ് സെമിനാരിയിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. അവിടുന്ന് പിന്നീട് സെൻട്രൽ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ വളരെ താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു അത്. കർത്താവിനോട് പ്രവർത്തിക്കണം, ക്രിസ്ത്യൻ മിനിസ്ട്രിയോട് താല്പര്യമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു പാസ്റ്റർ ആകുക എന്നുള്ളതല്ല. ഇവിടെ എൻ്റെ ഉദ്ദേശം, എൻ്റെ പ്രധാനപ്പെട്ട വിളിയും ആദ്യം ഉണ്ടായിരുന്നത് അത് വളരെ രസാപരമാണ്. ഞാൻ ലിറ്ററേച്ചറിൽ
എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. കാരണം ആർട്ടുമായിട്ടുള്ള ബന്ധമുണ്ട്. അതെ, എഴുതാൻ വളരെ താല്പര്യമായിരുന്നു. എന്നാൽ അതൊന്നും ഇതുവരെ നടന്നില്ല കാര്യമായിട്ട്. ഇന്ത്യയിൽ വന്നിട്ട് കൽക്കട്ടയിലെ ഇവാഞ്ചലിക്കൽ ലിറ്ററേച്ചർ ഡിപ്പോ ഏറ്റെടുക്കണമെന്നുള്ളതായിരുന്നു താല്പര്യം. ഞാൻ അവിടെ ഒരു വർഷം ജോലി ചെയ്തു. അവർക്ക് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകാനായിട്ട് ഞാൻ വന്നതാണ്. അതിങ്ങനെ ഓരോ വർഷം നീണ്ടിപ്പോൾ 57 വർഷമായി. 57 വർഷമായി അമേരിക്കയിലെത്തിയിട്ട്. എത്തിയിട്ട് എന്ത് പുറകോട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ തോന്നുന്നു? അവിടെ അങ്ങനെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പ്രസംഗിക്കുമായിരുന്നു. കാരണം തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ. അന്ന് നമുക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാ സഭകളും ഒന്നിച്ചാ എല്ലാ സൺഡേയിലും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. 4 o'clock തുടങ്ങിയാൽ ചിലപ്പോൾ 8 മണിയൊക്കെ വരെ. അത് എല്ലാ പിള്ളേരും, എല്ലാവരുടെയും പിള്ളേർ, ഒരു ന്യൂ ബോൺ മുതൽ ടീനേജേഴ്സ്, കോളേജിൽ പോകുന്നവർ വരെ അവരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ട്. അന്ന് ഒരു ഭയങ്കര ഉണർവുള്ള സമയമായിരുന്നു. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റും ആത്മീയ താല്പര്യമുണ്ട്. അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ഹൗസ് ചർച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഹൗസ് ചർച്ച് തുടങ്ങിയത് പാസ്റ്റർ B.A. തോമസ് അച്ഛനും ഞാനും കൂടെ ഹൗസ് ചർച്ച് തുടങ്ങി. കാര്യം അന്നിവിടെ മലയാളികൾ വളരെ കുറവ്, ചർച്ചസ് ഒന്നുമില്ല. ഞങ്ങൾ വന്നപ്പം ഒരു മലയാളി ചർച്ചൊന്നും ഇല്ല. അപ്പം മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ വന്നപ്പം. അപ്പം അന്ന് ഞങ്ങൾ ഓരോ വീടുകളിലെ, പക്ഷേ പിന്നെ അച്ഛൻ്റെ വീട് വലിയൊരു ലിവിങ് റൂം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു 10-100 പേരുണ്ടായിരുന്നു. അന്ന് എന്താ രോഗസൗഖ്യം, പിന്നെ സ്നാനപ്പെടൽ, ഒത്തിരി പേര് ഞാനും അവിടെ അന്നേരം സ്നാനപ്പെട്ടെ. കല്യാണത്തിന് നിങ്ങൾ ഞാൻ CSI ആയിരുന്നല്ലോ. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററിലോയും ഒന്നിച്ച് ഞങ്ങൾ സ്നാനപ്പെട്ടെ. ആ കൂട്ടത്തിൽ വേറെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ അന്ന് സ്നാനം നടക്കുമായിരുന്നു. അന്ന് രോഗസൗഖ്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥന വളരെ ഇതായിരുന്നു. അപ്പോൾ എല്ലാ സഭക്കാരും ഉണ്ട് അതിനകത്ത്, ഇൻക്ലൂഡിങ് കാത്തലിക്സ്. അവർക്കാർക്കും അതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മൾ അന്യഭാഷ പറയുന്നതിനോ പിന്നെ സ്നാനപ്പെടുന്ന മറ്റുള്ളവരൊക്കെ മർത്തമ്മക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് സ്നാനപ്പെട്ടത്. അന്ന് നല്ലൊരു അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വലിയ വലിയ സഭകളായപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴാണ് ഈ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത്. ആഭരണം ഊരിയത് ഞാൻ ആഭരണം ഇടുമായിരുന്നു. ആഭരണം ഊരിയത് എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ധാരാളം ഉപവാസം പ്രാർത്ഥനയും എൻ്റെ കൊച്ചിൻ്റെ സമയം. അവൾക്ക് വേണ്ടി രാവും പകലും ഞാൻ ക്ലോസറ്റിനകത്തൊക്കെ കിടന്നായിരുന്നു. സാധാരണ എപ്പോഴും ഞാൻ വലിയ ആഭരണം ഇടാറില്ല. ഇട്ടാലും വെരി സിമ്പിൾ, ഒരു ചെറിയ ഒരു നൂല് പോലെ ഒരെണ്ണമുണ്ട്. അത് എടുത്ത് ഞാൻ കുളിക്കുന്ന നേരമൊക്കെ അങ്ങ് മാറ്റി വെക്കും. അത് എന്ന് പോയെന്ന് പിന്നെ എനിക്ക് ഓർമ്മയില്ല. അതേക്കുറിച്ച് പിന്നെ എനിക്ക് ചിന്തയും വന്നിട്ടില്ല. എന്നാലും ഞാൻ മോതിരം ഇടും. ഓക്കെ. പിന്നെ അങ്ങനെ സഭ ആരംഭിച്ചപ്പോൾ ഒരു സാധാരണഗതിയിൽ മലയാളി എന്നുള്ള നിലയിൽ ഒരു പെന്തിക്കോസ് സഭ, മലയാളി സഭയല്ലേ ആരംഭിക്കേണ്ടത്? അച്ഛൻ എന്തിനാ ഇൻ്റർനാഷണൽ സഭ ആരംഭിച്ചത്? എനിക്ക് ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ മുതൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇവിടുന്ന് ഒരു 10-12 പേര് അമേരിക്കക്കാരായിരുന്നു, വെള്ളക്കാരായിരുന്നു. രണ്ടാമത് ഒരു തമിഴ് ആളായിരുന്നു എൻ്റെ ഡീനും ടീച്ചറും, ഡോക്ടർ തിയഡോർ വില്യംസ്. പിന്നെ പല ദേശങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ആളുകളാണ് അവിടെ പഠിച്ചത്. അപ്പോൾ എനിക്ക് മറ്റുള്ള രാജ്യക്കാരോടൊരു പ്രത്യേകത താല്പര്യം മലയാളികൾ മാത്രമല്ല, കന്നഡക്കാർ, തമിഴ്, ഹിന്ദിക്കാർ, അതുപോലെ തന്നെ ജാപ്പനീസ് ആളുകൾ, ഇവരൊക്കെ വന്നപ്പോൾ എനിക്ക് ഇവരോടൊരു വലിയ താല്പര്യമുണ്ടായി. കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, എല്ലായിടത്തുള്ള മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ സ്വർഗം ഇത് തന്നെയായിരിക്കും. തിരിച്ചറിവുണ്ടായി. അങ്ങനെയുള്ളൊരു തിരിച്ചറിവുണ്ടായതുകൊണ്ടും മറ്റുള്ളവരോടൊരു പ്രത്യേക സ്നേഹമുണ്ടായതുകൊണ്ടും ഞാൻ എവിടെ പോയാലും ആ രീതിയിലാണ് മനുഷ്യരെ കാണുന്നത്. അല്ലാതെ നമ്മുടെ ഭാഷ മാത്രമല്ല, വേറെ തിരിവുകളില്ലാതെ സ്നേഹിക്കുന്നു.
അങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ചർച്ച് എന്നുള്ള താല്പര്യം. എങ്ങനെ ഈ പേര് കിട്ടി, ഇൻ്റർനാഷണൽ ബൈബിൾ ചർച്ച്? ഇൻ്റർനാഷണൽ ബൈബിൾ ചർച്ച് എനിക്ക് ഇൻ്റർനാഷണൽ എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലീഗോഡില്ല, ഇൻ്റർനാഷണൽ അല്ലേ. ആ, ഓക്കെ. പിന്നെ ബൈബിൾ ചർച്ച് എന്നുള്ളതെന്ന് പല ബൈബിൾ ചർച്ചുകളുള്ളതുകൊണ്ട് സത്യത്തിൽ ഇതൊരു പെന്തിക്കോസ് സഭയല്ലേ? അതെ, പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷയൊക്കെ ഉള്ള സഭ. ഡോക്ട്രിനലി ഞങ്ങൾ പൂർണ്ണമായും പെന്തക്കോസ്റ്റൽ ബിലീഫാണ്, തിയോളജി അതാണ്. ഞങ്ങൾ സ്നാനത്തിൽ വിശ്വസിക്കുന്നു, ആത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നു, അന്യഭാഷ അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ആദ്യത്തെ സൈൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ബൈബിളിൽ കാണുന്നത്. വേദപുസ്തകത്തിൽ 4-5 ഇടങ്ങളിൽ അവരെ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു എന്നും കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ അന്യഭാഷ മാറിയിട്ടില്ല, ആദ്യത്തെ അടയാളങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അതിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ അതിനപ്പുറമായിട്ട് വേറൊരു കാര്യം കൂടെ ഉള്ളത്, വിടുതൽ, അത് സൗഖ്യം, ഇതൊക്കെ ഇന്ന് നടക്കുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അതൊന്നും മാറി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ ഇന്ന് നടക്കുന്നു. പിന്നെ ഡെലിവറൻസ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ക്യാൻസർ രോഗികളൊക്കെ സൗഖ്യമായിട്ടുണ്ട്. ഞാൻ മെക്സിക്കോയിൽ ശിക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രക്ക് കയറി മുടന്തനായ ഒരു മനുഷ്യൻ വീൽ ചെയറിൽ കിടന്നു വന്നു. പ്രാർത്ഥനയുടെ ഒടുവിൽ ഞാൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ നടത്തി താൻ വീട്ടിലേക്ക് പോയത് വീൽ ചെയർ അവിടെ ഇട്ടിട്ട്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെയധികം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചർച്ചിലും കാണുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ നിന്ന് ജോൺസൺ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ശുശ്രൂഷിച്ച സമയത്ത് കണ്ണു കാണാൻ വയ്യാത്ത ഒരു വെള്ളയായിരുന്നു ഒരു പയ്യന്. പ്രാർത്ഥിച്ചു വെച്ച് കണ്ണു കാണും. ഹൃദയത്തിൻ്റെ വലിയ പ്രോബ്ലം ഉള്ള ഒരാളവിടെ വന്നു. 1,00,000 രൂപ അന്ന് വേണമെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ. 3 ലക്ഷം വേണമെന്ന് പറയും. പക്ഷെ അതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഒരു കൊച്ചു പെണ്ണ എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇവളങ്ങ് ഭയങ്കര വീക്കായിട്ട് ഇരുന്നു. ആദ്യത്തെ ദിവസം എന്നോടൊന്നും പറഞ്ഞില്ല, അവർ നേപ്പാളിയാണ്. പിന്നെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. സെക്കൻഡ് ഡേയിൽ പിന്നെയും പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇന്നലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ പറഞ്ഞു, ഇന്ന് നീ എനിക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം. കാര്യം അവൾ ഹിന്ദിയിൽ പറഞ്ഞു, എനിക്ക് ഹിന്ദി കുറച്ച് മനസ്സിലാകും. ഹിന്ദി പറഞ്ഞു, എനിക്ക് പിന്നെ നല്ല സുഖമില്ല, എനിക്ക് ഹാർട്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നും. അതോ പറഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഞാൻ ഹാർട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവള് താഴെ വീണു. താഴെ വീണ് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ അവിടെ നെഞ്ചിൽ ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ. അപ്പം ഇവളങ്ങ് കിടന്ന് ഉരുണ്ട് കരയുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഹാർട്ട് ഇതല്ലെന്ന്. അപ്പം എനിക്കറിയാം ആ ഇടിയെന്ന് പറഞ്ഞാൽ ആ ചങ്കിടിക്കുന്ന എന്തോ ഒരു നമുക്കങ്ങ് കാണാം ഇതിങ്ങനെ മേളം ഇത് തന്നെ. അപ്പം ഞാൻ പുള്ളിയെ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കും, ഇവർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ കൈ വെച്ചപ്പം ഈ ക്ലിക്കെന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയമിടിപ്പ് അല്ല, ഒരു ടേൺ ചെയ്യുന്ന പോലെ എനിക്ക് മനസ്സിലായി. അപ്പം ഇത് കഴിഞ്ഞ് ഇവള് കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എത്ര നേരം കിടന്ന 1 മണിക്കൂറിലും കിടന്ന് കാണും. അത് കഴിഞ്ഞപ്പം പയ്യെ പറഞ്ഞു മൈക്ക് വേണമെന്ന്. അപ്പം മൈക്ക് കൊടുത്തപ്പം അവൾ പറഞ്ഞു, ഇവള് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഞാൻ താഴെ വീണത് ഞാൻ യേശു ക്രൂശിച്ച് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ആ കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ താഴെ വീണത്.
പക്ഷേ ഞാനത് കണ്ടുകൊണ്ടേ ഇരിക്കുക. ക്രൂസിന്മേൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ രക്തം ധാരധാരയായി ഒഴുകുന്ന എനിക്ക് വേണ്ടി കർത്താവ് അത്രയും സഹിച്ചത് അതൊക്കെ ഓർത്ത്. അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ ഹാർട്ടിന് എന്താ പ്രോബ്ലം, നിൻ്റെ ഹാർട്ടിന് വാൽവിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഉണ്ട്, വാൽവ് റിപ്ലേസ് ചെയ്യാനായിട്ട് 3 ലക്ഷം രൂപ വേണം, എനിക്കില്ല, ഞാൻ ഇന്ന് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോഴും അച്ഛൻ പറയാറുണ്ട്, ഇപ്പോഴും ആ പെണ്ണ് നല്ല ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവതിയായി. അത് കഴിഞ്ഞ് ഒരു കൊച്ചുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡാൻസ്. അന്നേരം എന്നോട് അച്ഛൻ പറഞ്ഞു, അണ്ട് ഇന്നലെ ആണ്ട വീണ് കിടന്നോളാം, അണ്ടി കിടന്ന് ഡാൻസ് ചെയ്യുന്ന. അങ്ങനെ ഒത്തിരി 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 ഞങ്ങൾ ഇവനെ നവാപൂര് പോയപ്പോഴും സെയിം ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്റ്റൽ വിശ്വാസ പ്രമാണമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്ട്ലി എല്ലാ വിഷയങ്ങളിലും. മാനസാന്തരം, രക്ഷ, സ്നാനം, ആത്മസ്നാനം, അന്യഭാഷകൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ശാശുക്കളെ ഒത്തിരി ഇറക്കിയിട്ടുണ്ട്. ഡെലിവറൻസ് മിനിസ്ട്രി വെരി മച്ച്. ശാശുക്കളൊക്കെ പറഞ്ഞാൽ വിടും, സ്ഥലം വിടും. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ എത്ര പേര് ഛർദ്ദിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ മറ്റുള്ള ഞങ്ങളുടെ ചർച്ചിൽ കൂടുതലും ആളുകൾ വന്നത് ഒരു 70% ആളുകളും ഞാൻ വർഷത്തിൻ്റെ അവസാനം ചോദിക്കും, എത്ര പേര് ഈ ചർച്ചിൽ കൂടെ വിടുതൽ പ്രാപിക്കുകയോ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 70% ആളുകൾ കൈപ്പൊക്കും. അച്ഛൻ ഒരു നമ്മൾ ചോദിച്ചത് ഇൻ്റർനാഷണൽ ചർച്ച് എന്നുള്ള നിലയിൽ ആരംഭിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. ഡെലിവറൻസും അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സഭയിൽ നടന്നു. സഭ ആ നിലയിൽ ഹൂസ്റ്റൺ പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട സഭയായിട്ട് ഡെവലപ്പ് ചെയ്തു. മൾട്ടി ലാംഗ്വേജിൽപ്പെട്ട ആളുകൾ അവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ടൊരു മലയാളം സർവീസും അവിടെ നടക്കുന്നുണ്ട്. അതിന് വേറെ പാസ്റ്ററും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അവർ പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. ഈ സിറ്റിയിലെ മലയാളികളായിട്ടുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആ നിലയിലൊരു അക്സെപ്റ്റൻസ് പിന്നെ ഡോക്ടർ ടി.സി. തോമസിന് ഡോക്ടർ ടി.സി. തോമസിന് നൽകിയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ അവരിൽ നിന്നൊരു ഇവിടുത്തെ 16 സഭകളിൽ ഒരു മെമ്പറാണ് ഞങ്ങളുടെ സഭ. ഓക്കെ. ഈ സിറ്റിയിലെ 16 സഭകൾ ഒന്നിച്ച് ഇന്ത്യൻ ചർച്ചുകളുടെ കൂട്ടത്തിൽ ഒരു സമൂഹമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളൊരു മെമ്പറാണ്. ഓക്കെ. അത് സജീവമായി പ്രവർത്തിക്കുന്നു. ഓക്കെ. ദീർഘകാലം ഈ ശുശ്രൂഷ അതിനിടയിൽ നാട്ടിലൊക്കെ വരികയും പല മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണ് അച്ഛൻ? പ്രധാനപ്പെട്ട ഞാൻ ഡോൾവൻ കൺവെൻഷൻ മസി മണ്ഡലിയുടെ, പിന്നീട് നമ്മുടെ ഫിലഡൽഫിയ, രാജസ്ഥാൻ, ഉദയ്പൂരിലെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ചർച്ചസിനെ വളരെ വർഷങ്ങൾ സപ്പോർട്ട് ചെയ്തു. അവിടുത്തെ കൺവെൻഷനെ നവാപൂർ കൺവെൻഷന് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റർ സജീവമായിട്ട് കുറച്ചാൾ ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തു. പിന്നീട് ആന്ധ്രാപ്രദേശത്തെ ഒരു വർക്കിനെ പല വർഷങ്ങൾ ഞങ്ങൾ സാധാരണ 5-6 വർഷങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അന്നുണ്ടായിരുന്നത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന പല മിഷൻ വർക്കുകളുണ്ട്, അവർക്ക് സപ്പോർട്ടില്ല. അപ്പോൾ അവരെ ഞങ്ങളെ കഴിവത് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യാം. അതാ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണ് മിക്കവാറും ചെയ്തിട്ടുള്ളത്. പാസ്റ്റർ രവിയെ അവിടെ കൂടെ വളരെയധികം സഹകരിക്കും. ബാംഗ്ലൂരിലെ ചർച്ച് ആദ്യമകാലം മുതലേ ഇപ്പോഴും ഞങ്ങൾ വളരെ സ്നേഹിതരാണ്. പിന്നെ ബീഹാറിലെ വർക്ക് ഞങ്ങൾ 5-6 വർഷം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അനേക പ്രവർത്തനം പല സ്ഥലങ്ങളിൽ പല മിഷൻ ഓർഗനൈസേഷനുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ഇവിടെ നൈജീരിയ, ജമൈക്ക, നൈജീരിയ, മെക്സിക്കോ ഓക്കെ, ഇവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി വേറൊരു വിഷയത്തിലേക്ക് വന്നാൽ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട
പല ദൈവദാസന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഓക്കെ, ഉണ്ട്. ഈ പ്രോസ്പെരിറ്റി തിയോളജി ആണോ അച്ഛൻ്റെ? പ്രോസ്പെരിറ്റി തിയോളജി, അത് ആദ്യമായിട്ട് പ്രോസ്പെരിറ്റി തിയോളജി എന്താണെന്നുള്ളത് ആദ്യമായിട്ട് പറയട്ടെ. ഞാനിവിടെ വന്ന സമയം മുതലേ പ്രോസ്പെരിറ്റി തിയോളജി വളരെ പ്രബലമായിട്ട് വരുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ഒരു 40 വർഷമെങ്കിലും ആ തിയോളജി വളരെ പ്രബലമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് വിശ്വസിക്കുന്ന പാസ്റ്റേഴ്സ്, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുമാനും സമൃദ്ധിയായ ജീവൻ തരുമാനുമായിരുന്നു. എല്ലാ രീതികളിലും സമൃദ്ധിയായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ദൈവമക്കൾ ആവശ്യങ്ങൾ സമൃദ്ധിയായി ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കൂടെയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ സകലത്തിനും അധികാരം നൽകി സകലം നമ്മുടെ കീഴിൽ ആക്കിയതിൻ്റെ ഉദ്ദേശം നമ്മൾ പാപ്പരായി ജീവിക്കാൻ എന്നുള്ളതിലല്ല. നമ്മൾ നല്ല വീടുകളിൽ താമസിക്കാൻ, നല്ല കാറുകൾ ഡ്രൈവ് ചെയ്യുവാൻ, നല്ല ഭക്ഷണം കഴിപ്പാനൊക്കെ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് $100 തന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് പണം തരും. അല്ലെങ്കിൽ $1000 തന്നാൽ കർത്താവ് നിങ്ങൾക്ക് തരും. അങ്ങനെ ചില പാവപ്പെട്ടവരെ മിസ്ലീഡ് ചെയ്തിട്ട് കബളിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് വന്നു. അവർ ധനവാന്മാരായി, ഇവരെപ്പോഴും കഷ്ടപ്പെടുക. ആ തിയോളജിയെ ഞാൻ എൻ്റെ ബൈബിളിൽ കാണുന്നില്ല. ഓക്കെ, അച്ഛൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതായത് ദൈവം നമ്മൾ സമ്പന്നരായും നമ്മൾ സന്തോഷമായും ജീവിക്കണമെന്ന്, സമൃദ്ധിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അത് വെച്ച് മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിബ്ലിക്കൽ അല്ല. ഇതല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, ഇതെല്ലായിടത്തും നടക്കത്തുമില്ല. എല്ലാ സാഹചര്യങ്ങളിലും നടക്കത്തില്ല. വളരെയധികം കഷ്ടപ്പെടുന്ന ദൈവജനങ്ങളുണ്ട്. ഓക്കെ, അത് ദൈവം അനുവദിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ അനേക പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നുണ്ട്, ദൈവമക്കളാണ്. അതുകൊണ്ട് അവർ ദൈവഹിതത്തിൽപ്പെട്ടതല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ തിയോളജിയിൽ എനിക്ക് നിങ്ങൾ പൈസ താ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആ പ്രമാണം വേദപുസ്തകത്തിൽ ഞാൻ കാണുന്നില്ല. അത് വളരെ തെറ്റാണ്. അത് വളരെ ആളുകളെ തെറ്റിലേക്ക് വഴി നടത്തുന്നുണ്ട്, അവരെ കബളിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. ഓക്കെ, അമ്മുക്കുട്ടി ആൻറ്റി, ഈ TC തോമസ് എന്ന് പറയുന്ന ഈ ഭർത്താവിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ എന്തോ പറയുന്നത്? പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി, പ്രത്യേകത, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എന്തോ പറയുന്നത്? പറഞ്ഞാൽ ദ ബെസ്റ്റ് ദാറ്റ് ഐ കുഡ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ലഭിക്കാവുന്നതിലും ബെസ്റ്റ് ദൈവത്തിൻ്റെ ഇതനുസരിച്ച് കിട്ടിയ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ജോയിച്ചാൻ. രണ്ടാമത്, ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് വലിയ ഇഷ്യൂസൊന്നുമില്ല. ഞങ്ങൾക്ക് ആർഗ്യുമെൻ്റ് ഇല്ല. വെരി സെൽഡം. ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ എന്തെങ്കിലും ഒരു വഴക്കങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. വേണ്ടല്ല പറയുന്നത്. അതെ, പിന്നെ മിക്കവാറും എല്ലാം ഞങ്ങളുടെ സ്വഭാവത്തിൽ ഞങ്ങൾ എഗ്രി ചെയ്തു പോകും. ഫുഡിൻ്റെ കാര്യത്തിലും വി ആർ വെരി, ഞങ്ങൾ വളരെ എഗ്രിമെൻ്റാണ്. പിന്നെ ഇവിടെ യാത്ര പോകുന്നതിന് അതിലും സന്തോഷം. എഗ്രിമെന്റ് ആകാതിരിക്കുന്ന എങ്ങനെയാ? നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലോ. പിന്നെ കുക്ക് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ ഞാൻ ചായയെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. കാപ്പിയും ചായ ഇടും. അല്ല, ബാക്കിയുള്ള വീട്ടിൽ അന്ന് നേരത്തെയൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും, ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ മീറ്റൊക്കെ കട്ട് ചെയ്യാനാന്നേ അതിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, സഹായിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുകയല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള പിള്ളേരെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റി എടുക്കും. പിന്നെ പുറത്തെ കാര്യങ്ങളും ബില്ലിൻ്റെ കാര്യങ്ങളൊന്നും ഐ ഡോണ്ട് ലൈക്ക്, എനിക്കത് ഇഷ്ടമല്ല. അത് പുള്ളിയുടെ ഫീൽഡാണ് അത്. അത് പുള്ളിയുടെ ഫീൽഡാ, അത് ഇട്ട് കൊടുത്ത് പണം എടുക്കുവോ എടുക്കാതിരിക്കുവോ കൊടുക്കുവോ അതൊക്കെ പുള്ളി. എനിക്ക് എന്നോട് എപ്പോഴും പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, എന്താണെന്നോ എവിടാണെന്നോ എനിക്കിതൊന്നും കാണേണ്ട, ആവശ്യത്തിന് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഇപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ വന്നാൽ ഞങ്ങൾ ഇപ്പോഴേ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും, അല്ലെങ്കിൽ എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ്. ഈവൻ ഗ്യാസ് നിറയ്ക്കാൻ പോലും പോകുമ്പം രണ്ടുപേരും കൂടെ പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പം സിക്കിൻ്റെ ഇച്ചിരൊക്കെ ഇതുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പം തന്നെ പോകേണ്ടി വരും. അല്ല എങ്കിലും ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. യാത്ര പോകുന്നത് ആരും തന്നെ ഒരിടത്തും വെക്കേഷന് പോയിട്ടില്ല. പുള്ളി ഇങ്ങനെ ഔട്ട് ഓഫ് ടൗണിലൊക്കെ ആയിരിക്കുമ്പം കഴിവുള്ളിടത്തോളം ഞങ്ങളെ കൊണ്ട് പോകും. ഞാൻ വെക്കേഷനൊക്കെ ഉള്ള സമയം പിള്ളേരും ഞാനും പുള്ളിയുടെ കൂടെ ഞങ്ങളങ്ങ് പോകും. സോ അങ്ങനെയുള്ള ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സന്തോഷകരമായ ഞങ്ങളുടെ കുടുംബജീവിതം. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒരു ദൈവത്തോട് നന്ദിയുണ്ട്. എൻ്റെ പിള്ളേരും അതുപോലെ തന്നെ, അവരും അവരുടെ കുടുംബജീവിതവും. മൂന്ന് മക്കളല്ലേ? എനിക്ക് മൂന്ന് മക്കൾ. പേരുകളൊന്ന് പറഞ്ഞേ. ലീസ മൂത്തത്, രണ്ടാമത്തെ മോള് ലീന, മൂന്നാമത്തേത് ബോബി. ഓക്കെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മല്ലപ്പള്ളിയിൽ നിന്ന് വന്ന് ഹൂസ്റ്റൺ പട്ടണത്തിൽ ഒരു ഇൻ്റർനാഷണൽ ചർച്ച് സ്ഥാപിച്ചു. ദീർഘവർഷങ്ങൾ ഇവിടെ ശുശ്രൂഷകനായി, ഇപ്പോഴും ശുശ്രൂഷകനായിരിക്കുന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചു. നല്ല എബനേസറായി കർത്താവ് കൂടെയിരുന്നു. കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടാൻ സാധിച്ചു. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.